കപ്പങ്ങയും ചെറുപയറും നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ടല്ലേ. ഇന്ന് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കപ്പങ്ങ ചെറുപയർ കറിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കപ്പങ്ങ ദാ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 4 പച്ചമുളകും 1/4 സ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിനായിട്ട് മുളക് കൂടുതൽ വേണ്ടവർ ചേർത്തോളൂ. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് കവർ ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2 വിസിലിന് വേവിച്ചാൽ മതിയാവും. നമുക്ക് ദാ ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടും. അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂണോളം നല്ല ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ദാ ഇതുപോലെ പേസ്റ്റായിട്ടങ്ങ് അരച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ദാ ഈ ഒരു പരുവത്തിന് ഇരുന്നാൽ മതി. നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞാൽ താളിച്ച് ചേർക്കണം. കടുകും ഉണക്കമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.